അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കടച്ചക്ക വെച്ചിട്ട് നല്ലൊരു വറുത്തരച്ചിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെയാണ് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിലാണ് നമുക്ക് ഈ ഒരു കറി കിട്ടുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ ഈ ഒരു കറിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫുള്ള് കടച്ചക്ക ഈ ഒരു കറിക്കായിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ നടു കട്ട് ചെയ്തിട്ട് എടുക്കണം. സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. നമ്മൾ ഈ ഒരു രീതിയിൽ വേണം കടച്ചക്ക കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇങ്ങനെ നീളത്തിലായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കുക്ക് ചെയ്യണതിന് മുന്നേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കടച്ചക്ക ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പഴുത്ത തക്കാളിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. തക്കാളി എടുക്കുമ്പോൾ പഴുത്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മിയെടുക്കണം. തക്കാളിയൊക്കെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് തിരുമ്മിയെടുക്കാം. ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിതിലേക്കൊരു 3 പച്ചമുളക് കൂടിയിട്ട് കീറിയിട്ട് കൊടുക്കണം. നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം നമ്മളിവിടെ സവാളയുടെ ചെറിയൊരു പൊട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിലേക്കൊരു കുറച്ച് പെരുംജീരകം ആഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് പേരിന് മാത്രം വളരെ കുറച്ച് പെരുംജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം. നല്ല പോലെ വറുത്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയുടെ കൂടെയാണ് നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇറച്ചിക്കറിയൊക്കെ വെക്കണത് ഈ മെത്തേഡിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഒരു 2-3 ടീസ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പം നമ്മൾ തേങ്ങയൊക്കെ ഇവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ കറി ഇങ്ങനെ കുക്കായിട്ടുണ്ട്. കടച്ചക്ക വല്ലാണ്ട് ഉടയാനായിട്ട് പാടില്ല. ജസ്റ്റ് അതൊന്ന് വേവാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ വല്ലാണ്ട് ഉടയരുത്. അപ്പോൾ ഒന്നങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. കറി എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് അങ്ങോട്ട് വെള്ളമായിട്ടുമല്ല, നന്നായിട്ട് അങ്ങോട്ട് കുറുകിയിട്ടുമല്ല. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു കറി കിട്ടേണ്ടത്.
അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കറി കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞിട്ട് അങ്ങനെയാണിത് തൂമിച്ചെടുക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പഴയ ആൾക്കാരൊക്കെ വയ്ക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. അധികം എരിവൊന്നുമില്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിപ്പോൾ നോൺ വെജ് ഒന്നും കിട്ടിയില്ലെങ്കിലും വീട്ടിൽ കടച്ചൊക്കെ ഉണ്ടെങ്കിൽ അതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വറവിടുമ്പോൾ ഒരുപാട് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നല്ലോണം വെളിച്ചെണ്ണ കഴിച്ചിട്ട് വറവിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും കടച്ചക്ക കൊണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവർ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്